പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. ദൈവവചനം അധരത്തിലും ജീവിതത്തിലും അഗ്നിയായി സ്വീകരിച്ചവളും പ്രഘോഷിച്ചവളുമാണ് പരിശുദ്ധ അമ്മ. കർത്താവ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് നൽകിയത് വചനം മാംസം ധരിച്ച് അഗ്നിയായി ജ്വലിച്ചവനെയാണ്. ആയതിനാൽ ഈശോ പറയുന്നു, അത് ആളിക്കത്തിയിരുന്നുവെങ്കിൽ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനത്തിൻ്റെ അഗ്നിയാൽ ജ്വലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.